നമസ്കാരം. കാമുകനു വേണ്ടി കണ്ണൂർ തയ്യിലിൽ കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞുകൊന്ന കേസിൽ കുഞ്ഞിന്റെ അമ്മയായ ശരണ്യ കുറ്റക്കാരിയെന്ന് കണ്ടെത്തുമ്പോൾ കേരളം ഞെട്ടലിലാണ്. കൊലപാതക കുറ്റം തെളിഞ്ഞതായി കോടതി ഇന്ന് കണ്ടെത്തുകയായിരുന്നു. രണ്ടാം പ്രതി ശരണ്യയുടെ സുഹൃത്ത് നിതിനെ വെറുതെ വിടുകയും ചെയ്തു. ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് രണ്ടാം പ്രതിയെ വെറുതെ വിട്ടത്. 21-ന് ശിക്ഷാവിധി പറയും. 2020 ഫെബ്രുവരി 17-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. തയ്യൽ സ്വദേശി ശരണ്യയും സുഹൃത്ത് വലിയന്നൂരിലെ നിതിനുമാണ് പ്രതികൾ. കാമുകനൊപ്പം ജീവിക്കാൻ 1.5 വയസ്സുള്ള മകൻ വിയാനെ അമ്മ ശരണ്യ കടൽ തീരത്തെ പാറക്കൂട്ടത്തിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു. കാമുകനൊപ്പം ജീവിക്കുന്നതിന് കുഞ്ഞ് തടസ്സമാകുമെന്ന് കണ്ടാണ് ക്രൂരകൃത്യം നടത്തിയത്. സംഭവത്തിൽ അകന്നു കഴിഞ്ഞിരുന്ന ഭർത്താവ് പ്രണവിനെ കുടുക്കാനും ശരണ്യ പദ്ധതിയിട്ടിരുന്നു. കൊലപാതക കുറ്റം അകന്നു കഴിയുകയായിരുന്ന ഭർത്താവ് പ്രണവിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ അഴിക്കുള്ളിലായത് ശരണ്യയും കാമുകനുമായിരുന്നു. കുഞ്ഞിനെ കാണാതായതോടെ അച്ഛൻ പ്രണവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പിന്നീട് നാട്ടുകാരും പോലീസും നടത്തിയ തെരച്ചിലിനൊടുവിൽ കുഞ്ഞിന്റെ അമ്മയായ ശരണ്യയുടെ വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെയുള്ള പ്രദേശത്തു നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് കണ്ടെത്തിയത്. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് താൻ മകനെ കൊന്നതെന്നായിരുന്നു ശരണ്യ പോലീസിന് നൽകിയ മൊഴി. 41 സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത്. വിചാരണയ്ക്കിടെ ജാമ്യത്തിലിറങ്ങിയ ശരണ്യ കോഴിക്കോട് വെച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. മാസങ്ങൾ നീണ്ട നിയമ നടപടികൾക്കും വിചാരണയ്ക്കും ശേഷമാണ് കേസിൽ കോടതി ഇന്ന് വിധി പറഞ്ഞത്. ഒരു തവണ കടലിൽ എറിഞ്ഞിട്ടും മരിക്കാതിരുന്ന കുഞ്ഞു വിയാനെ വീണ്ടും എടുത്ത് ശരണ്യ എറിഞ്ഞിരുന്നു. ആദ്യം എറിഞ്ഞപ്പോൾ കുഞ്ഞ് കരഞ്ഞ് തീരത്തേക്ക് എത്തിയപ്പോഴാണ് രണ്ടാമതെടുത്ത് വീണ്ടും എറിഞ്ഞത്. കൂടുതൽ സാഹചര്യ തെളിവുകൾ നിരത്തിയതോടെ ശരണ്യയ്ക്ക് പിടിച്ചു നിൽക്കാനാകാതെ കുറ്റം സമ്മതിക്കേണ്ടി വരികയായിരുന്നു. മാത്രമല്ല, തുടരന്വേഷണത്തിൽ ലഭിച്ച ശാസ്ത്രീയ തെളിവുകളും പോലീസ് കുറ്റപത്രത്തിൽ നിരത്തുന്നുണ്ട്. പ്രധാനമായും 3 തെളിവുകളാണ് മകനെ കൊന്ന അമ്മയെ കുടുക്കിയത്. ശരണ്യയുടെ വസ്ത്രത്തിൽ ഉപ്പുവെള്ളത്തിന്റെ അംശമുണ്ടായിരുന്നുവെന്ന ഫോറൻസിക് പരിശോധനാ ഫലം, കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയ ദഹിക്കാത്ത പാലിന്റെ അംശം, കടൽ ഭിത്തിക്കരികിൽ നിന്ന് കിട്ടിയ ശരണ്യയുടെ ചെരുപ്പ്, ചോദ്യം ചെയ്യലിനിടെ തുടർച്ചയായുണ്ടായ കാമുകന്റെ ഫോൺ വിളികൾ. കൃത്യത്തിന്റെ തലേ ദിവസം 2.5 മണിക്കൂറിലധികം കാമുകൻ ശരണ്യയുമായി സംസാരിച്ചിരുന്നു. ശരണ്യയുടെ പേരിൽ ലക്ഷങ്ങൾ ലോൺ എടുക്കാൻ നിതിൻ ശ്രമിച്ചിരുന്നു. ഇതിനായി ഇയാൾ നൽകിയ തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ശരണ്യയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇതെല്ലാം ശരണ്യയെ കുടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതേസമയം സംഭവത്തിന് ശേഷം ശരണ്യ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. കോഴിക്കോട്ടെ ലോഡ്ജിൽ വെച്ച് വിഷം കഴിച്ചായിരുന്നു യുവതി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് ആത്മഹത്യാ ശ്രമവുമായി ശരണ്യ എത്തിയത്. ലോഡ്ജിൽ മുറിയെടുത്ത് വിഷം കഴിച്ചതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശരണ്യയെ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അതേസമയം പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ശരണ്യയും പ്രണവും. അതിന് പിന്നാലെ കുടുംബത്തിൽ തർക്കങ്ങളുണ്ടായി, അസ്വാരസ്യങ്ങളുണ്ടായി. പിന്നീട് പ്രണവ് ഗൾഫിലേക്ക് പോയിരുന്നു. ഈ സമയത്താണ് നിതിനുമായി ശരണ്യ അടുപ്പത്തിലാകുന്നത്. അതിനുശേഷം കാമുകന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശരണ്യ തീരുമാനിച്ചത്. അതേസമയം നിതിനല്ല, അരുണാണ് കാമുകൻ എന്ന രീതിയിലും ഇതിനിടെ ചർച്ചകൾ വന്നു. നിതിൻ തന്നെ പറയുകയുണ്ടായി താനല്ല കാമുകനെന്ന്. എന്നാൽ ഈ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളയുകയും ചെയ്തിരുന്നു. കാരണം ശരണ്യയും നിതിനും തമ്മിൽ നടത്തിയ ചാറ്റുകളുടെ ഫുൾ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതിലൂടെയാണ് ഇവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളും കുഞ്ഞിനെ ഒഴിവാക്കാൻ പറയുന്നതായ ചാറ്റുകളൊക്കെ തന്നെ പുറത്തു വന്നത്. എന്തായാലും ശരണ്യയെ കുടുക്കിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ലഭിച്ച നിർണായകമായ തെളിവുകളായിരുന്നു. കുഞ്ഞിന്റെ വയറ്റിൽ ദഹിക്കാതെ കിടന്ന പാലിന്റെ അംശം കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ കടൽ തീരത്ത് കണ്ടെത്തിയ ശരണ്യയുടെ ചെരുപ്പും. ശരണ്യയുടെ ദേഹത്തും ഇത്തരത്തിൽ ഉപ്പുരസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരണ്യയെ കുടുക്കുന്ന തെളിവുകളായി ഇതൊക്കെ മാറുകയായിരുന്നു.